ശാന്തി. 21:10-25. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായി സംസാരിക്കൂ. വിചാരസാഗരം മഥനം ചെയ്യുന്നതിനായി രാവിലെയുള്ള സമയം വളരെ നല്ലതാണ്. ചോദ്യം: ഭക്തരും ഭഗവാനെ സർവശക്തിവാൻ എന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികളും പറയുന്നു. എന്നാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം: അവർ പറയുന്നു, ഭഗവാൻ എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ സാധിക്കും. എല്ലാം ആ ഒന്നിൻ്റെ കൈകളിലാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, ബാബു പറഞ്ഞിട്ടുണ്ട്, ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. ഡ്രാമ സർവശക്തിവാനാണ്. ബാബയെ സർവശക്തിവാൻ എന്ന് പറയുന്നത് ബാബയുടെ അടുക്കൽ സർവർക്കും സദ്ഗതി നൽകുവാനുള്ള ശക്തിയുണ്ട് എന്നതിനാലാണ്. ഇങ്ങനെയുള്ള രാജ്യം സ്ഥാപിക്കുന്നു. അതിനെ ഒരിക്കലും ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ഓം ശാന്തി. ആരാണ് പറഞ്ഞത്? ബാബ. ഓം ശാന്തി. ഇത് ആരാണ് പറഞ്ഞത്? ദാദാ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഉയർന്നതിലും ഉയർന്നവന്റെ മഹിമ വളരെ വലുതാണ്. പറയുന്നു, സർവശക്തിവാനാണ്. അപ്പോൾ എന്താണ് ചെയ്യുവാൻ സാധിക്കാത്തത്? ഇപ്പോൾ ഈ ഭക്തി മാർഗത്തിലുള്ളവർ സർവശക്തിവാൻ എന്നതിന് വളരെ വലിയ അർത്ഥം കണ്ടെത്തുന്നുണ്ടാകും. ബാബ പറയുന്നു, ഡ്രാമ അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിലാണ്. കേവലം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സർവശക്തിവാനായി മാറുന്നു. പവിത്രമാകുന്നതിലൂടെ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറുന്നു. ബാബ സർവശക്തിവാനാണ്. ആ ഒന്നിന് പഠിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. പിന്നെ സർവശക്തിവാനായി വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കും. ശക്തിയില്ലെങ്കിൽ പിന്നെ രാജ്യം എങ്ങനെ ഭരിക്കും? ശക്തി ലഭിക്കുന്നത് യോഗത്തിലൂടെയാണ്. അതിനാൽ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം വളരെയധികം പാടപ്പെടുന്നു. കുട്ടികളായ നിങ്ങൾ നമ്പർ വാരായി ഓർമ്മിച്ച് സന്തോഷത്തിൽ വരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾക്ക് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വിശ്വത്തിൻ്റെ മേൽ രാജ്യം പ്രാപ്തമാക്കുവാൻ സാധിക്കും. അത് തട്ടിയെടുക്കാൻ സാധിക്കും വിധം ആർക്കും ശക്തി ഉണ്ടാകില്ല. ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മഹിമ എല്ലാവരും ചെയ്യുന്നു. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത് നാടകമാണ് എന്നറിയാവുന്ന ഒരു മനുഷ്യൻ പോലുമില്ല. അഥവാ നാടകമാണ് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ തുടക്കം മുതൽ അന്ത്യം വരെ അത് ഓർമ്മ വരേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നെ നാടകം എന്ന് പറയുന്നത് തന്നെ തെറ്റായി പോകുന്നു. പറയുന്നുമുണ്ട്, ഇത് നാടകമാണ്, നമ്മൾ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ആ നാടകത്തിൻ്റെ ആദിമധ്യ അന്ത്യത്തെയും അറിയേണ്ടതാണല്ലോ. ഇതും പറയുന്നു, നമ്മൾ മുകളിൽ നിന്നും വരുന്നു, അതിനാലാണ് വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. സത്യയുഗത്തിൽ കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ആത്മാക്കളെല്ലാം എവിടെ നിന്ന് വന്നു? ഇതാരും മനസ്സിലാക്കുന്നില്ല. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതും അവിനാശിയുമായ ഡ്രാമയാണ്. അത് ആദ്യം മുതൽ അന്ത്യം വരെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബയോസ്കോപ്പ്, അതായത് സിനിമ, തുടക്കം മുതൽ അവസാനം വരെ കാണൂ. വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ആയി കാണുകയാണെങ്കിൽ ചക്രം തീർച്ചയായും അതേപോലെ തന്നെയായിരിക്കും ആവർത്തിക്കപ്പെടുന്നത്. അല്പം പോലും വ്യത്യാസമുണ്ടാകില്ല. ബാബ മധുരമധുരമായ കുട്ടികൾക്ക് എങ്ങനെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എത്ര മധുരമായ ബാബയാണ്. ബാബ, അങ്ങ് എത്ര മധുരമാണ്. ബാബ, ഇപ്പോഴാണെങ്കിൽ നമ്മൾ നമ്മുടെ സുഖധാമത്തിലേക്ക് പോകുന്നു.
ഇപ്പോൾ ഇത് മനസ്സിലായി. ആത്മാവ് പാവനമായി മാറുമ്പോൾ പാലും അവിടെ പാവനമായത് ലഭിക്കും. ശ്രേഷ്ഠാചാരികളായ മാതാക്കൾ വളരെ മധുരമായിരിക്കും. സമയത്തിന് തന്നെ കുട്ടികളെ സ്വയമേ പാല് കുടിപ്പിക്കുന്നു. കുട്ടികൾക്ക് കരയേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയെല്ലാം ഇതും വിചാരസാഗര മഥനം ചെയ്യേണ്ടതുണ്ട്. രാവിലെ ബാബയുമായി സംസാരിക്കുന്നതിലൂടെ വളരെയധികം രസമുണ്ടാകുന്നു. ബാബ, അങ്ങ് ശ്രേഷ്ഠാചാരി രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ എത്ര നല്ല യുക്തികളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ ശ്രേഷ്ഠാചാരി മാതാക്കളുടെ മടിത്തട്ടിലേക്ക് പോകും. അനേകം തവണ നമ്മൾ തന്നെയാണ് ആ പുതിയ സൃഷ്ടിയിലേക്ക് പോയത്. ഇപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരുന്നു. ഇത് സന്തോഷത്തിൻ്റെ ഔഷധമാണ്. അതിനാൽ മഹിമയുമുണ്ട്. അതീന്ദ്രിയ സുഖം ചോദിക്കണമെങ്കിൽ ഗോപികമാരോട് ചോദിക്കൂ. ഇപ്പോൾ നമുക്ക് പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചു. നമ്മെ വീണ്ടും സ്വർഗത്തിൻ്റെ അധികാരിയും ശ്രേഷ്ഠാചാരിയുമാക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നമ്മൾ നമ്മുടെ രാജ്യഭാഗ്യം നേടുന്നു, തോൽക്കുന്നു, പിന്നെ ജയം നേടുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെയാണ് രാവണന്റെ മേൽ ജയം നേടേണ്ടത്. പിന്നെ നമ്മൾ പാവനമായി മാറും. അവിടെ യുദ്ധത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ പേരേയില്ല, ഒരു ചിലവുമില്ല. ഭക്തി മാർഗത്തിൽ ജന്മജന്മാന്തരങ്ങളായി എത്ര ചിലവ് ചെയ്തു, എത്ര തിക്കും തിരക്കും കൊണ്ടു, എത്ര ഗുരുക്കന്മാരെ സ്വീകരിച്ചു. ഇപ്പോൾ പിന്നെ പകുതി കൽപ്പത്തേക്ക് ഏതെങ്കിലും ഗുരുവിനെ നമ്മൾ സ്വീകരിക്കില്ല. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകും. ബാബ പറയുന്നു, നിങ്ങൾ സുഖധാമത്തിലേക്കുള്ള സഞ്ചാരികളാണ്. ഇപ്പോൾ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകണം. ആഹാ, നമ്മുടെ ബാബ എങ്ങനെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്മാരകവും ഇവിടെയുണ്ട്. ഇത് വലിയ അത്ഭുതമാണ്. ഈ ദിൽവാഡ ക്ഷേത്രത്തിലും അപാര മഹിമയാണുള്ളത്. ഇപ്പോൾ നമ്മൾ രാജയോഗം പഠിക്കുന്നു. അതിൻ്റെ സ്മാരകം അപ്പോൾ തീർച്ചയായും ഉണ്ടാകുമല്ലോ. ഇത് കൃത്യമായ നമ്മുടെ സ്മാരകമാണ്. ബാബയും മമ്മയും കുട്ടികളും ഇരിക്കുന്നു. താഴെ യോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുകളിൽ സ്വർഗത്തിൻ്റെ രാജധാനിയുണ്ട്. വൃക്ഷത്തിലും എത്ര ക്ലിയറാണ്. ബാബ എങ്ങനെയാണ് സാക്ഷാത്കാരം കാണിച്ച് പിന്നെ ചിത്രങ്ങൾ ഇരുന്ന് ഉണ്ടാക്കിച്ചത്. ബാബ തന്നെയാണ് സാക്ഷാത്കാരം ചെയ്യിച്ചതും പിന്നെ കറക്റ്റ് ചെയ്തതും. എത്ര അത്ഭുതമാണ്. മുഴുവൻ പുതിയ നോളജാണ്. ആർക്കും ഈ നോളജിനെ കുറിച്ച് അറിയില്ല. ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. മനുഷ്യർ എത്ര തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ സൃഷ്ടി വർദ്ധിച്ചു വരുന്നു. ഭക്തിയും അഭിവൃദ്ധി പ്രാപിച്ച് തമോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സതോ പ്രധാനമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഗീതയിലും വാക്കുണ്ട്, മന്മനാഭവ. കേവലം ഇത് അറിയുന്നില്ല, ഭഗവാൻ ആരാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യണം. മനുഷ്യർക്ക് ഭഗവാന്റെ പരിചയം എങ്ങനെ കൊടുക്കട്ടെ എന്ന്. ഭക്തിയിലും മനുഷ്യർ രാവിലെ എഴുന്നേറ്റ് മുറിയിലിരുന്ന് ഭക്തി ചെയ്യുന്നു. അതും വിചാരസാഗര മഥനമായല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നു. ബാബ മൂന്നാമത്തെ നേത്രം നൽകുന്നതിൻ്റെ കഥ കേൾപ്പിക്കുന്നു. ഇതിനെ തന്നെയാണ് തിജുരിയുടെ കഥ എന്ന് പറയുന്നത്. തിജുരിയുടെ കഥ, അമരകഥ, സത്യനാരായണന്റെ കഥ പ്രശസ്തമാണ്. കേൾപ്പിക്കുന്നത് ഒരേ ഒരു ബാബയാണ്. അത് പിന്നെ ഭക്തി മാർഗത്തിൽ തുടരുന്നു. ജ്ഞാനത്തിലൂടെ കുട്ടികളായ നിങ്ങൾ സോൾവെന്റ് ആകുന്നു. അതിനാൽ ദേവതമാരെ പദം പതി എന്ന് പറയുന്നു. ദേവതമാർ വളരെയധികം ധനികരും പദം പതിയുമാകുന്നു. കലിയുഗത്തെയും നോക്കൂ, സത്യയുഗത്തെയും നോക്കൂ.
രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. മുഴുവൻ ലോകവും ശുചിയാകുന്നതിന് സമയമെടുക്കുമല്ലോ. ഇത് പരിധിയില്ലാത്ത ലോകമാണ്. ഭാരതം അവിനാശി ഖണ്ഡം തന്നെയാണ്. അതൊരിക്കലും പ്രായലോപമാകുന്നില്ല. പകുതി കൽപ്പം ഒരേ ഒരു ഖണ്ഡമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ മറ്റു ഖണ്ഡങ്ങൾ നമ്പർ വാരായി എമർജാകും. കുട്ടികളായ നിങ്ങൾക്ക് എത്ര ജ്ഞാനം ലഭിക്കുന്നു? പറയൂ, വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെയാണ് ചക്രം കറങ്ങുന്നത്? വന്ന് മനസ്സിലാക്കൂ. പ്രാചീന ഋഷിമുനിമാർക്കും എത്ര മാന്യതയുണ്ട്. എന്നാൽ അവരും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെ അറിയുന്നില്ല. അവർ ഹഠയോഗിയാണ്. പിന്നെ അവരിൽ പവിത്രതയുടെ ശക്തിയുണ്ട്. അതിലൂടെ ഭാരതത്തെ താങ്ങി നിർത്തുന്നു. ഇല്ലെങ്കിൽ ഭാരതം എന്താകുമായിരുന്നു എന്നറിയില്ല. കെട്ടിടം വെള്ള പൂശുമ്പോൾ ശോഭ ഉണ്ടാകുന്നുവല്ലോ. ഭാരതം മഹാൻ പവിത്രമായിരുന്നു. ഇപ്പോൾ അത് തന്നെ പതീതമായിരിക്കുന്നു. അവിടെ നിങ്ങളുടെ സുഖവും വളരെ സമയം തുടരുന്നു. നിങ്ങളുടെ അടുക്കൽ ധാരാളം ധനമുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഭാരതത്തിൽ തന്നെയാണ് വസിച്ചിരുന്നത്. നിങ്ങളുടെ രാജ്യമായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. പിന്നീടാണ് അന്യധർമ്മങ്ങൾ വന്നിരിക്കുന്നത്. അവർ വന്ന് അല്പം നേരെയാക്കി തങ്ങളുടെ പേര് പ്രശസ്തമാക്കി. ഇപ്പോൾ അവരും തമോപ്രധാനമായി കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. ഈ എല്ലാ കാര്യങ്ങളും പുതിയവരെ കേൾപ്പിക്കരുത്. ആദ്യം ബാബയുടെ തിരിച്ചറിവ് നൽകണം. ബാബയുടെ നാമം, രൂപം, ദേശം, കാലം അറിയാമോ? ഉയർന്നതിലും ഉയർന്ന ബാബയുടെ പാട്ടാണെങ്കിൽ പ്രശസ്തമായിരിക്കുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആ ബാബ തന്നെയാണ് നമുക്ക് ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും തൻ്റെ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ എൻ്റെ സഹായികളാണ്. നിങ്ങൾ പവിത്രമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി പവിത്ര ലോകം തീർച്ചയായും സ്ഥാപിതമാകണം. നിങ്ങൾക്ക് ഇത് എഴുതുവാൻ സാധിക്കും. പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സൂര്യവംശി ചന്ദ്രവംശി രാജ്യമുണ്ടാകും. വീണ്ടും രാവണ രാജ്യമുണ്ടാകും. ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ മധുരമായി തോന്നുന്നു. ഇതിൽ തിഥിയും തീയതിയും എല്ലാം എഴുതിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം എന്നാൽ ഓർമ്മ. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകുന്നു. പിന്നെ പഠനത്തിലൂടെ സ്റ്റാറ്റസ് ലഭിക്കുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. പിന്നെ മായയുടെ കൊടുങ്കാറ്റ് വരും എന്നത് തീർച്ചയാണ്. രാവിലെ എഴുന്നേറ്റ് ബാബയോട് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. ഭക്തിക്കും ജ്ഞാനത്തിനും രണ്ടിനും ഈ സമയം നല്ലതാണ്. മധുരമധുരമായി സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ശ്രേഷ്ഠാചാരി ലോകത്തിലേക്ക് പോകും. വൃദ്ധരുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കുന്നുവല്ലോ, നമ്മൾ ശരീരം ഉപേക്ഷിച്ച് ഗർഭത്തിലേക്ക് പോകും എന്ന്. ബാബ എത്ര ലഹരി കയറ്റുന്നു. ഇങ്ങനെയെല്ലാം ഇരുന്ന് സംസാരിക്കൂ, എങ്കിലും നിങ്ങളുടെ ശേഖരണം ഉണ്ടാകും. ശിവബാബ നമ്മളെ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാക്കുന്നു. ആദ്യം നമ്മൾ വരും. മുഴുവൻ ഓൾറൗണ്ട് പാർട്ടും നമ്മളാണ് അഭിനയിച്ചത്. ഇപ്പോൾ ബാബ പറയുന്നു, ഈ മോശമായ വസ്ത്രം ഉപേക്ഷിച്ചു ദേഹസഹിതം മുഴുവൻ ലോകത്തെയും മറക്കൂ. ഇതാണ് പരിധിയില്ലാത്ത സന്യാസം. അവിടെയും നിങ്ങൾ വൃദ്ധരാകും. അപ്പോൾ സാക്ഷാത്കാരമുണ്ടാകും. നമ്മൾ കുട്ടിയാകുന്നു എന്ന് സന്തോഷമുണ്ടാകുന്നു. ബാല്യകാലം ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയെല്ലാം രാവിലെ ഇരുന്ന് വിചാരസാഗര മഥനം ചെയ്യണം. പോയിന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. സന്തോഷത്തിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കടന്നു പോകുന്നു. എത്ര പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുന്നോ അത്രയും സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വളരെയധികം രസം തോന്നും. പിന്നെ ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കണം, ഒഴിവു സമയം ധാരാളമുണ്ട്. പിന്നെ വിഘ്നങ്ങൾ വരും, അതിൽ ഒരു സംശയവുമില്ല. തൊഴിലിനിടയിൽ മനുഷ്യർക്ക് ഉറക്കം വരാറില്ല. അലസന്മാരാണ് ഉറങ്ങുന്നത്.
നിങ്ങൾക്ക് എത്ര സാധിക്കുമോ ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ ബുദ്ധിയിലുണ്ടായിരിക്കുന്നു, ശിവബാബയ്ക്ക് വേണ്ടി നമ്മൾ ഭോജനം തയ്യാറാക്കുന്നു, ശിവബാബയ്ക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. ഭോജനവും ശുദ്ധിയോടെ ഉണ്ടാക്കണം. കുഴപ്പങ്ങൾ ഉണ്ടാകും വിധത്തിലുള്ള ഏതെങ്കിലും വസ്തു ഉണ്ടാകരുത്. ബാബ സ്വയവും ഓർമ്മിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമധുരമായി സംസാരിക്കണം. ദിവസവും സന്തോഷത്തിൻ്റെ പോഷണം കഴിച്ചുകൊണ്ട് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യണം. സത്യോഗി രാജധാനി സ്ഥാപിക്കുന്നതിൽ ബാബയുടെ പൂർണ്ണ സഹായി ആകുന്നതിനായി പാവനമാകണം. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാക്കണം. ഭോജനവും ശുദ്ധിയോടെ ഉണ്ടാക്കണം. വരദാനം: ദിവ്യ ഗുണങ്ങളുടെ ആഹ്വാനത്തിലൂടെ സർവ അവഗുണങ്ങളുടെയും ആഹൂതി നൽകുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ. ഏതുപോലെ ദീപാവലിക്ക് വിശേഷിച്ച് സ്വച്ഛതയുടെയും സമ്പാദ്യത്തിൻ്റെയും ശ്രദ്ധ വയ്ക്കുന്നു, ഇതേപോലെ താങ്കളും എല്ലാ പ്രകാരത്തിലുമുള്ള സ്വച്ഛതയുടെയും സമ്പാദ്യത്തിൻ്റെയും ലക്ഷ്യം വച്ച് സന്തുഷ്ട ആത്മാവാകൂ. സന്തുഷ്ടതയിലൂടെ തന്നെയാണ് സർവ ദിവ്യ ഗുണങ്ങളുടെയും ആഹ്വാനം ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അവഗുണങ്ങളുടെ ആഹൂതി സ്വതവേ നടന്നുകൊള്ളും. ഉള്ളിൽ ഏതൊരു ദൗർബല്യങ്ങളുടെയും കുറവുകളും നിർബലതയും കോമളതയും അവശേഷിച്ചിരിക്കുന്നുവോ അവയെ സമാപ്തമാക്കി ഇപ്പോൾ പുതിയ കണക്ക് ആരംഭിക്കൂ. പുതിയ സംസ്കാരങ്ങളുടെ പുതിയ വസ്ത്രം ധാരണ ചെയ്ത് സത്യമായ ദീപാവലി ആഘോഷിക്കൂ. സ്ലോഗൻ: സ്വമാനത്തിൻ്റെ സീറ്റിൽ സദാ സെറ്റായിരിക്കണം എങ്കിൽ ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് നല്ല രീതിയിൽ ബന്ധിക്കൂ. മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. ഈ അവിനാശി ഈശ്വരീയ ജ്ഞാനം പ്രാപ്തമാക്കുന്നതിനായി ഒരു ഭാഷയും പഠിക്കേണ്ടതില്ല. നമ്മുടെ ഈശ്വരീയ ജ്ഞാനം വളരെ സഹജവും മധുരവുമാണ്. ഇതിലൂടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. ഈ ജ്ഞാനം ഇത്രയും സഹജമാണ്. അത് ഏതൊരു മഹാനാത്മാവിനും, അഹല്യയെ പോലെ കല്ലുബുദ്ധിക്കും, ഏതൊരു ധർമ്മത്തിലുള്ളവർക്കും, കുട്ടികൾ മുതൽ വൃദ്ധർ വരെയും ആർക്കും പ്രാപ്തമാക്കുവാൻ സാധിക്കും. നോക്കൂ, ഇത്രയും സഹജമായിട്ടും ലോകത്തുള്ളവർ ഈ ജ്ഞാനത്തെ വളരെ ഭാരിച്ചതായി മനസ്സിലാക്കുന്നു. ചിലർ മനസ്സിലാക്കുന്നു, നമ്മൾ വളരെയധികം വേദവും ശാസ്ത്രവും ഉപനിഷത്തും പഠിച്ച് വലിയ വലിയ വിദ്വാനായിരിക്കുന്നു. അതിനുവേണ്ടി പിന്നെ ഭാഷ പഠിക്കേണ്ടി വരും. വളരെയധികം ഹഠയോഗം ചെയ്യണം. അപ്പോൾ മാത്രമേ പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതാണെങ്കിൽ നമ്മൾ സ്വന്തം അനുഭവത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. ഈ ജ്ഞാനം വളരെ സഹജമാണ്, സരളമാണ്. കാരണം സ്വയം പരമാത്മാവാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഹഠക്രിയയോ ജപതപങ്ങളോ ശാസ്ത്രവാദിയും പണ്ഡിതനുമോ ആകേണ്ടതില്ല. ആരും ഇതിനു വേണ്ടി സംസ്കൃത ഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ നാച്ചുറലായി ആത്മാവിന് തൻ്റെ പരംപിത പരമാത്മാവുമായി യോഗം ചേർക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും ഈ ജ്ഞാനം ധാരണ ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും കേവലം യോഗത്തിലൂടെയും വളരെയധികം നേട്ടമുണ്ടാകും. ഇതിലൂടെ ഒന്നാമതായി പവിത്രമാകുന്നു, രണ്ടാമതായി പിന്നെ കർമ്മബന്ധനങ്ങൾ ഭസ്മമാകുന്നു, കർമാതീതമാകുന്നു. ഇത്രയും ശക്തിയുണ്ട് ഈ സർവശക്തിവാനായ പരമാത്മാവിൻ്റെ ഓർമ്മയിൽ. ആ ഒന്ന് തൻ്റെ സാകാര ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ നമ്മെ
യോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓർമ്മിക്കേണ്ടത് ഡയറക്റ്റ് ആ ജ്യോതി സ്വരൂപ ശിവ പരമാത്മാവിനെയാണ്. ആ ഓർമ്മയിലൂടെയാണ് കർമ്മബന്ധനങ്ങളുടെ മാലിന്യം നീങ്ങുന്നത്. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. ശാന്തിയുടെ ശക്തിയുടെ പ്രയോഗം ആദ്യം സ്വയം തന്നെ പ്രതി ശരീരത്തിൻ്റെ വ്യാധിയുടെ മേൽ ചെയ്തു നോക്കൂ. ഈ ശക്തിയിലൂടെ കർമ്മബന്ധനത്തിൻ്റെ രൂപം മധുരമായ സംബന്ധത്തിൻ്റെ രൂപത്തിൽ പരിവർത്തനപ്പെടും. ഈ കർമ്മഭോഗ്, കർമ്മത്തിൻ്റെ കടുത്ത ബന്ധനം സൈലൻസിൻ്റെ ശക്തിയിലൂടെ ജലരേഖ പോലെ അനുഭവപ്പെടും. അനുഭവിക്കുന്നവരല്ല, ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നല്ല. എന്നാൽ സാക്ഷി ദൃഷ്ടാവായി ഈ കണക്കിൻ്റെ ദൃശ്യവും കണ്ടുകൊണ്ടിരിക്കും. ഓം ശാന്തി. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ
പരിശുദ്ധ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറുന്നു.